എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 28-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ്. ഇന്ന് മുതൽ വീടുകളിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പണം എത്തുകയും വിതരണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ ചൊവ്വ, മറ്റന്നാൾ ബുധനൊക്കെ ആയിട്ട് വിതരണം പൂർണ്ണതോതിൽ നടക്കും. 3-ാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. വീടുകളിൽ കിട്ടിയിട്ടുള്ളവർ താഴെ ഒന്ന് കമന്റായി അറിയിക്കുക. 2000-ൽ 300, 500, 200 കുറവുള്ള ആളുകൾക്കുള്ള ബാക്കി തുക കൂടി ഉടൻ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ജൂലൈ 31-നകം KYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് പാചക വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിവിധ ഏജൻസികൾ അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനാൽ ഇനിയും നടപടിക്രമം പൂർത്തിയാക്കാത്തവർ ഉടൻ തന്നെ KYC നിർവഹിക്കണമെന്ന് വിവിധ ഗ്യാസ് ഏജൻസികൾ അറിയിച്ചു. എല്ലാവരും KYC ചെയ്യണമോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ആരാണ് KYC ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇതുവരെ ഒരിക്കൽ പോലും KYC ബയോമെട്രിക് ചെയ്യാത്ത എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായും KYC ചെയ്യണം. എന്നാൽ മാത്രമേ ഗ്യാസ് തടസ്സപ്പെടാതെ കിട്ടുകയുള്ളൂ. ഇതിനകം തന്നെ KYC ചെയ്തിട്ടുള്ള സാധാരണ ഉപഭോക്താക്കൾക്ക് വീണ്ടും ചെയ്യേണ്ടതില്ല. അതേസമയം പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾ, നിലവിൽ സബ്സിഡി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളായിട്ടുള്ളവർ എല്ലാ വർഷവും ഈ KYC ചെയ്യണം. ഇല്ല എങ്കിൽ സബ്സിഡി നഷ്ടപ്പെടുന്നതാണ്. ആരുടെ പേരിലാണോ കണക്ഷൻ ഉള്ളത് അവരാണ് KYC നടപടി പൂർത്തീകരിക്കേണ്ടത്. ഉടമ മരിച്ചു പോയാലോ അല്ലെങ്കിൽ സ്ഥലത്തില്ല എങ്കിലോ കണക്ഷൻ നിയമാനുസൃതമായിട്ടുള്ള മറ്റൊരു അവകാശിയുടെ പേരിലേക്ക് മാറ്റുകയും പിന്നീട് KYC നടപടികൾ ബയോമെട്രിക് പൂർത്തീകരിക്കുകയും ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാചകവാതകത്തിന് വില കൂടിയേക്കും എന്നുള്ളതാണ് വിവരം. ഹോർമോസ് കടലിടുക്ക് വീണ്ടും അടച്ചതിനെ തുടർന്ന് രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലക്ക് പുറമെ ഗ്യാസിനും അടുത്ത മാസം 1-ാം തീയതി വില കൂടുമെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ ഗ്യാസ് പുതിയ ഗ്യാസ് സിലിണ്ടറുകൾ അവതരിപ്പിച്ചു. 10 കിലോഗ്രാം തൂക്കം വരുന്ന ഇന്ത്യൻ എക്സ്ട്രാ ലൈറ്റ് നോ കോമ്പോസിറ്റ് LPG സിലിണ്ടറുകൾ അവതരിപ്പിച്ചതിനോടൊപ്പം വേഗത്തിലുള്ള ഹോം ഡെലിവറി സേവനവും അവതരിപ്പിച്ചു. ഭാരം കുറഞ്ഞതും തുരുമ്പ് പിടിക്കാത്തതുമായ കോമ്പോസിറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇന്ത്യൻ എക്സ്ട്രാ ലൈറ്റ് നൗ സിലിണ്ടർ നിർമ്മിച്ചിട്ടുള്ളത്. സിലിണ്ടറിലെ വാതകത്തിന്റെ അളവ് പുറത്തുനിന്നു തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ സുതാര്യമായ പുറംഭാഗം ഇതിന്റെ പ്രത്യേകതയാണ്. ബുക്കിംഗ് നടത്തി 4 മണിക്കൂറിനുള്ളിൽ സിലിണ്ടർ വീട്ടിൽ എത്തിക്കുന്ന സേവനമാണ് പദ്ധതിയുടെ പ്രധാന പ്രത്യേകത. ഇതിനൊപ്പം ജനപ്രിയമായ 5 കിലോഗ്രാം ചോട്ടു സിലിണ്ടറിനും 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഹോം ഡെലിവറി ലഭ്യമാക്കുന്ന സേവനവും ഇന്ത്യൻ ഗ്യാസ് ആരംഭിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് വിവിധ ഇനം ഭക്ഷ്യകിറ്റുകളും ഓണച്ചന്തകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ചെറിയ കാറുണ്ട് എങ്കിലും 1000-ന് മുകളിൽ സ്ക്വയർ ഫീറ്റ് വീടുണ്ട് എങ്കിലും ഇനി BPL കാർഡിൽ നിന്ന് പുറത്താകില്ല. ഇതിന്റെ വിശദാംശങ്ങളാണ് പറയുന്നത്. സംസ്ഥാനത്ത് ഓണച്ചന്തകൾ ഈ മാസം 8-ന് ആരംഭിക്കും. ഓണത്തോടനുബന്ധിച്ച് വിവിധ തരം ഭക്ഷ്യകിറ്റുകൾ തയ്യാറാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സപ്ലൈകോ. അത്തം കിറ്റ്, ഉത്രാടം കിറ്റ്, തിരുവോണം കിറ്റ് എന്നിങ്ങനെ വ്യത്യസ്ത കിറ്റുകൾക്ക് പുറമെ സിഗ്നേച്ചർ കിറ്റ് എന്ന സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന കിറ്റ് കൂടി ഉണ്ട്. ഓഗസ്റ്റ് 8 മുതലാണ് ഓണച്ചന്തകൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബാണ് ഇക്കാര്യം അറിയിച്ചത്. സൗജന്യ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 10 മുതൽ ആരംഭിക്കും. AAY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് ഇത്തവണ കിറ്റ് ലഭിക്കുക. ഓണസദ്യക്ക് ആവശ്യമായ സാധനങ്ങൾ ഉൾപ്പെടെ 16 ഇനം നിത്യോപയോഗ വസ്തുക്കൾ ഓരോ കിറ്റിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുണിസഞ്ചി അടക്കമുള്ള കിറ്റിന്റെ ചിലവ് 854 രൂപയാണ്. ആകെ 6,09,305 കിറ്റുകളാണ് വിതരണം ചെയ്യുക. ഓണം ട്രേഡ് ഫെയറുകൾ ഓഗസ്റ്റ് 6 മുതൽ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഓഗസ്റ്റ് 25-നകം കിറ്റ് വിതരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഓണക്കാലത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ, അതായത് നീല, വെള്ള റേഷൻ കാർഡുകാരെ ലക്ഷ്യമിട്ടുകൊണ്ട് 1,65,932 മെട്രിക് ടൺ അരിയും
24,506 മെട്രിക് ടൺ ഗോതമ്പും വിപണിയിൽ എത്തിക്കും. മുൻഗണനേതര വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അരി വിതരണവും അടുത്ത മാസം തുടങ്ങും. നീല കാർഡ് ഉടമകൾക്ക് 3 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും 2 കിലോ ഗോതമ്പ് 8 രൂപ 70 പൈസ നിരക്കിലും കാർഡിലെ അരിക്ക് പുറമെ റേഷൻ കടയിൽ നിന്നും ലഭിക്കും. ഓണക്കിറ്റ് വിതരണവും ഓണച്ചന്തകളുടെ പ്രവർത്തനം ശക്തമാക്കാനും സപ്ലൈകോക്ക് 253 കോടി രൂപയാണ് അടിയന്തര ധനസഹായമായി ധനവകുപ്പ് അനുവദിച്ചത്. മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് സൗജന്യ ഭക്ഷ്യക്കിറ്റ് എങ്കിൽ സപ്ലൈകോയിൽ നിന്നും ഓണച്ചന്തകളിൽ നിന്നും ഓണം ഫെയറുകളിൽ നിന്നുമായി 4 ഇനം ഭക്ഷ്യക്കിറ്റ് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കും. 1280 രൂപ വില വരുന്ന സാധനങ്ങൾ അടങ്ങിയ അത്തം കിറ്റിന് 1000 രൂപ മാത്രം നൽകിയാൽ മതി. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ അടങ്ങിയ 21 ഇനം ഭക്ഷ്യവസ്തുക്കൾ കിറ്റിലുണ്ടാകും. 1880 രൂപ വില വരുന്ന 25 ഇനം സാധനങ്ങൾ അടങ്ങിയ ഉത്രാടം കിറ്റ് 1500 രൂപയ്ക്ക് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കും. തിരുവോണം കിറ്റിൽ 1540 രൂപയുടെ സാധനങ്ങൾ ഉണ്ടാകും. 30 ഇനങ്ങളാണ് ഇതിൽ ഉണ്ടാകുക. ഇത് 2000 രൂപക്കും വാങ്ങാവുന്നതാണ്. ഇതിനു പുറമെ സാധാരണക്കാർക്ക് കൂടി കിറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 374 രൂപ 50 പൈസ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഓണം സിഗ്നേച്ചർ കിറ്റ് 299 രൂപക്കും എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാം. ഇങ്ങനെ സപ്ലൈകോയുടെ 4 ഭക്ഷ്യക്കിറ്റുകളും സൗജന്യ ഭക്ഷ്യക്കിറ്റും ചേർത്ത് 5 ഭക്ഷ്യക്കിറ്റുകളാണ് ഓണക്കാലത്ത് വിതരണം ചെയ്യുക. ഉത്രാടം ദിനമായിട്ടുള്ള ഓഗസ്റ്റ് 24 വരെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും കിറ്റ് വാങ്ങാം. സൗജന്യ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം റേഷൻ കട വഴി 10-ാം തീയതി മുതൽ ആരംഭിക്കും. 15 ദിവസമാണ് കിറ്റ് വാങ്ങാൻ അവസരം ഉണ്ടാകുക. ഇതാണ് അടുത്ത മാസം ഓഗസ്റ്റിൽ വരുന്ന റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഓണ വിപണനവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ. മറ്റൊന്ന്, റേഷൻ കാർഡ് മുൻഗണനയിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള മറ്റൊരു അറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. മുൻഗണന റേഷൻ കാർഡ് അനുവദിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്താൻ സർക്കാർ തീരുമാനിച്ചു എന്നാണ് വിവരം. ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നിട്ടില്ല. 1100 ചതുരശ്ര അടി വിസ്തീർണം ഉള്ള വീടും 800 cc എഞ്ചിൻ ശേഷിയുള്ള വാഹനങ്ങളും മുൻഗണന റേഷൻ കാർഡ് ലഭ്യമാക്കാൻ തടസ്സമാകില്ല എന്നാണ് വിവരം. 2 നിബന്ധനകളിലും ഇളവ് വരുത്തുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ധനകാര്യ വകുപ്പിന്റെ പരിഗണനയിൽ ഉണ്ട്. ഉപഭോക്താക്കൾക്കുള്ള മറ്റ് ആനുകൂല്യങ്ങൾ കൂടി മുൻഗണന റേഷൻ കാർഡിന്റെ പരിധിയിൽ വരുന്നതിനാൽ ധനവകുപ്പിന്റെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അന്തിമ അനുമതിയിൽ തീരുമാനം ഉണ്ടാകുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.